ഹായ് ഡിയേഴ്സ്, ഇമ്പോർട്ടന്റ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായിട്ടാണ് നമ്മൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകൾക്ക് വേണ്ടി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ആ ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. എന്താണ് ഇന്നത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്ന് നോക്കാം. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അവരുടെ പ്രൊഫൈലുകൾ പരിശോധിക്കേണ്ടതാണ്. എന്താണ് ഡീറ്റെയിൽസ് ആയി നമുക്ക് നോക്കാം. അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾ പ്രൊഫൈൽ പരിശോധിക്കേണ്ടതാണ്. അതായത് എഞ്ചിനീയറിംഗ് കോഴ്സിലേക്ക് രണ്ടാം ഘട്ട അലോട്ട്മെന്റ് മുഖേന പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികൾക്ക് 2020 ഒക്ടോബർ 24 മുതൽ 31 വരെ പ്രവേശനം അനുവദിച്ചിരുന്നു. നമ്മുടെ കോവിഡിന്റെ പ്രത്യേക പശ്ചാത്തലത്തിൽ അതത് കോളേജുകളിൽ നേരിട്ട് ഹാജരാകാൻ കഴിയാതിരുന്ന വിദ്യാർത്ഥികൾക്ക് വെർച്വൽ അഡ്മിഷൻ എടുക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. അതും വിദ്യാർത്ഥികൾ ഉപയോഗിച്ചിട്ടുണ്ടാകും. 2020 ഒക്ടോബർ 31 ലാസ്റ്റ് കട്ട് ഓഫ് ഡേറ്റ്. അത് കോളേജിൽ നേരിട്ടോ വെർച്വലായോ പ്രവേശനം നേടാമായിരുന്നു. അപ്പൊ ഇങ്ങനെ നേടിയ എല്ലാ വിദ്യാർത്ഥികളും, അതായത് വെർച്വലായിട്ടും നേരിട്ടും ഹാജരായ എല്ലാ വിദ്യാർത്ഥികളും അവരുടെ പ്രവേശനം സംബന്ധിച്ച വിശദാംശം അവരവരുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. അപ്പൊ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഏത് കോളേജിലാണോ അഡ്മിഷൻ എടുത്തത് എന്നുള്ള വിശദാംശങ്ങൾ കാൻഡിഡേറ്റ്സ് പോർട്ടലിൽ ലഭ്യമായിട്ടുണ്ട്. 2020 ഒക്ടോബർ 31 അകം കോളേജുകളിൽ നേരിട്ടോ വെർച്വലായോ പ്രവേശനം നേടിയ എല്ലാ വിദ്യാർത്ഥികളും പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ, അതായത് cee.kerala.gov.in എന്ന വെബ്സൈറ്റിൽ കീം 2020 കാൻഡിഡേറ്റ് പോർട്ടലിൽ അപേക്ഷാ നമ്പറും പാസ്വേഡും നൽകി പ്രവേശിച്ച് പ്രവേശനം സംബന്ധിച്ച വിശദാംശം പരിശോധിക്കേണ്ടതാണ്. അപ്പൊ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, cee.kerala.gov.in നിങ്ങൾ കയറി അവിടെ നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറി നിങ്ങളുടെ അപേക്ഷാ നമ്പറും പാസ്വേഡും നൽകി നിങ്ങൾക്ക് കോളേജുകൾ കിട്ടിയ വിവരങ്ങൾ എല്ലാം കറക്റ്റ് ആണോ എന്ന് വിദ്യാർത്ഥികൾ ഓരോരുത്തരും ചെക്ക് ചെയ്തതായിട്ടുണ്ട്. അപ്പൊ വിദ്യാർത്ഥികളെ ശ്രദ്ധിക്കുക, നിങ്ങൾ കോളേജിൽ പ്രവേശനം നേടിയിട്ടും കാൻഡിഡേറ്റ് പോർട്ടലിൽ നിങ്ങളുടെ പേര് വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അത്തരം വിദ്യാർത്ഥികൾ ഇന്ന് വൈകുന്നേരം വരെ സമയമുള്ളൂ. 4 മണിക്ക് മുമ്പായിട്ട് അതത് കോളേജുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ്. അപ്പൊ വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ്, വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുമല്ലോ. എല്ലാ വിദ്യാർത്ഥികളും, പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികൾ മാത്രമാണ് ഇത് നോക്കേണ്ടത്. പ്രവേശനം ലഭിച്ച് നിങ്ങൾ വെർച്വലായിട്ടോ അല്ലെങ്കിൽ നേരിട്ടോ കോളേജിൽ അഡ്മിഷൻ എടുത്ത എല്ലാ വിദ്യാർത്ഥികളും അവരുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ പോയി വിശദാംശങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. അല്ലാത്ത പക്ഷം അവരുടെ പേര് വിവരങ്ങളും അഡ്മിഷൻ സംബന്ധിച്ച വിവരങ്ങളും ഇല്ലെങ്കിൽ അവരുടെ കോളേജുമായിട്ട് ഇപ്പൊ തന്നെ 4 മണിക്ക് മുമ്പേ തന്നെ ബന്ധപ്പെടുക. ഇപ്പൊ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകൾക്ക് വേണ്ടി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ, ഒപ്പം തന്നെ ആ ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. നമ്മളിടുന്ന ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ നിങ്ങളുടെ ലൈക്കും നമുക്ക് വളരെ വളരെ സന്തോഷം ഉണ്ടാക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.